പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ്ബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം. എന്നും രാത്രി 9 മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു. കേൾക്കുക, പ്രബുദ്ധരാവുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ബിസ്മില്ലാ അൽഹംദുലില്ലാ ഹംദൻ കസീറൻ തയ്യിബൻ ഫീഹി. എന്റെ ശബ്ദം ശ്രവിക്കുന്ന മാനശ്രോതാക്കളെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ മുബീന നിലമ്പൂർ. ഇസ്രായേൽ വംശത്തെക്കുറിച്ച് 2 കാര്യങ്ങൾ സൂചിപ്പിക്കട്ടെ. നമുക്കറിയാം, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ മകനായ ഇസ്ഹാഖ് നബി അലൈഹി ഇസ്ലാമിന്റെ മകനുമായ യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ മറ്റൊരു പേരാണ് ഇസ്രായേൽ എന്നത്. ഹീബ്രു ഭാഷയിൽ നിന്നാണ് ഇസ്രായേൽ എന്ന നാമം ഉണ്ടായത്. ഇസ്രോ എന്നും ഈൽ എന്നും ഉള്ള 2 നാമങ്ങളാണ് ഇസ്രായേൽ എന്നത്. ഇസ്രായേൽ എന്ന നാമത്തിന് ഒരുപാട് മീനിങ്ങുകൾ ഉണ്ട്. അതായത് അള്ളാഹുവിൻ്റെ ദാസൻ എന്നും, അള്ളാഹു തിരഞ്ഞെടുത്ത ആൾ എന്നും, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്ന വ്യക്തി എന്നും. നമുക്കറിയാം, യാക്കൂബ് നബി അലൈഹി ഇസ്ലാം 12 മക്കളുണ്ട് എന്നും, ഈ 12 മക്കളുടെ നേതൃത്വത്തിന് ജന്മം നൽകിയതാണ് ഇസ്രായേൽ വംശം എന്നും. ഏഷ്യയുടെ പടിഞ്ഞാറായി നിലകൊള്ളുന്ന ഒരു ജൂത ജനാധിപത്യ രാജ്യമാണ് ഇസ്രായേൽ എന്നത്. ഇസ്രായേലിനെക്കുറിച്ച് ഖുർആനിൽ പലതവണ പ്രതിപാദിച്ചിട്ടുണ്ട്. സൂറത്തുൽ അൽ ബഖറയിൽ ഉണ്ട്, സൂറത്തുൽ ബനു ഇസ്രായേലിലും മറ്റു പല സൂറത്തുകളിലും ഇവരെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇസ്രായേലിനെക്കുറിച്ച് ഖുർആൻ ഇത്രമാത്രം പ്രതിപാദിച്ചതെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. ആ സമൂഹത്തിലേക്ക് ഒരുപാട് നബിമാരെ അള്ളാഹു അയച്ചിട്ടുണ്ട്. നബിമാരെ അവർ കൊല്ലുകയും അള്ളാഹുവിൻ്റെ കൽപ്പനകളെ ധിക്കരിക്കുകയും ചെയ്തിട്ടുണ്ട് ഇസ്രായേലർ. നമുക്കറിയാം, യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന് 12 മക്കളുണ്ടായിരുന്നു എന്നും അതിൽ ഒരു മകൻ യൂസഫ് നബി അലൈഹി ഇസ്ലാം ആയിരുന്നു എന്നും. അതുപോലെ ആ സമൂഹത്തിലേക്ക് വന്ന നബിമാരാണ് ദാവൂദ് നബി അലൈഹി ഇസ്ലാം, സുലൈമാൻ നബി അലൈഹി ഇസ്ലാം, അതുപോലെ മൂസാ നബി അലൈഹി ഇസ്ലാം. മൂസാ നബിയെക്കുറിച്ച് ഖുർആൻ ഒരുപാട് തവണ പരാമർശിച്ചിട്ടുണ്ട്. അതുപോലെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൂസാ നബി അലൈഹി സ്വലാം പല കാര്യങ്ങളിലും സാമ്യമുണ്ട്. 2 പേർക്കും നുബുവത്ത് കിട്ടിയതും ശരീഅത്ത് നിയമങ്ങളും വേദഗ്രന്ഥങ്ങളും എല്ലാം പരസ്പരം ചേർത്ത് കൊണ്ടു വെച്ചാണ് നമ്മോട് അള്ളാഹു സംസാരിച്ചിട്ടുള്ളത്. ഇസ്രായേൽ സന്തതികൾക്ക് ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക്, സത്യമാർഗത്തിലേക്ക് വഴി തെളിയിച്ച് അവതരിപ്പിച്ച ഒരു ഗ്രന്ഥമായിരുന്നു തൗറാത്ത്. ഈ ഗ്രന്ഥം ലഭിക്കുകയും മൂസായുടെ ശിക്ഷണവും നേതൃത്വവും ലഭിക്കുകയും ചെയ്തിട്ടും അവർ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുകയും ചെയ്യുകയായിരുന്നു. ഇത് മുസ്ലിം ഉമ്മത്തിനോട് മൊത്തത്തിൽ ഖുർആൻ പരാമർശിച്ചതാണ്. നിങ്ങൾ ഭൂമിയിൽ 2 പ്രാവശ്യം കുഴപ്പമുണ്ടാക്കുകയും നാശമുണ്ടാക്കുകയും ചെയ്യും. അതിൽ നിങ്ങൾ നാശമുണ്ടാക്കുമ്പോൾ അതിൻ്റെ അനന്തരഫലമായി നിങ്ങൾക്കുണ്ടാവുന്ന ഭവിഷ്യത്ത് വളരെ വലിയതായിരിക്കും. ഈ ഭൗതിക ലോകത്ത് തന്നെ നിങ്ങൾക്ക് അതികഠിനമായ ശിക്ഷ ലഭിക്കുകയും ചെയ്യും. നിങ്ങളിൽ നിന്ന് തന്നെ അക്രമികൾ വരികയും അതുപോലെ നിങ്ങളെ നാശത്തിലേക്ക്, കുഴപ്പത്തിലേക്ക് പതിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ അള്ളാഹു അവരെ വീണ്ടും ഉയർത്തുകയും അവർക്ക് ഉന്നതിയും അവർക്ക് ഒരുപാട് സമ്പത്തും സന്താനങ്ങളും ജനപിന്തുണയും നൽകുകയും ചെയ്യും. വീണ്ടും അവർ നാശത്തിലേക്ക് കുതിക്കും. അള്ളാഹു പറയുന്നു, നിങ്ങളുടെ പ്രധാന പള്ളിയാകുന്ന മസ്ജിദുൽ അക്സ, ബൈത്തുൽ മുഖദ്ദിസ്, ആ പള്ളിയിലേക്ക് ആദ്യ ശത്രു വിഭാഗം ഇരച്ചു കയറുകയും ആക്രമണത്തിന് വിധേയമാവുകയും ചെയ്യും എന്നും അള്ളാഹു പറഞ്ഞത് ഇന്ന് നമ്മൾ നോക്കിക്കാണുക തന്നെ ചെയ്യും. ഇതെല്ലാം അതിശക്തമായ ഭാഷയിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറഞ്ഞിട്ടുള്ളത്. ഇത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. ആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.